കാശിയേട്ടാ, ഞാൻ കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ലജ്ജ ചോദിച്ചതും അവർ സംശയത്തോടെ അവളെ നോക്കി. അല്ല, ഞാൻ വന്ന ദിവസം തന്നെ ഇങ്ങനെയൊക്കെ. അവൾ ബാക്കി പറഞ്ഞില്ല. അയ്യേ, ഞങ്ങൾ അതിനങ്ങനെ പറഞ്ഞോ മോളെ? ഇവിടെ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചത് കൂടിയില്ല. മാത്രമല്ല, അങ്ങനെയൊന്നും പറഞ്ഞ് നിന്നെ വേദനിപ്പിക്കാൻ ഇവിടെ നിനക്ക് നാത്തൂനോ അമ്മായിമ്മയോ ഇല്ല. കാശി പറഞ്ഞതും അവൾ ചിരിച്ചു. അനന്തൻ അവളുടെ തലയിലൊന്ന് കൊട്ടി. രാവിലെ ആദിയെ കണ്ട് സോറി പറയാൻ ആദിയുടെ മുറിയിലേക്ക് ചെന്നതാണ് ശിവ. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടതും അവൻ കുളിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവനെ കാത്ത് അവിടെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞതും അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു. ഒരു പാൻറ് മാത്രമായിരുന്നു വേഷം. മുറിയിലിരിക്കുന്ന അവളെ കണ്ടതും അവൻ നെറ്റി ചുളിച്ചുകൊണ്ടൊന്ന് നോക്കി. എന്താ, വീണ്ടും എന്നെ തല്ലാൻ വന്നതാണോ? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ആദ്യേട്ടാ, അത് ഞാൻ. പെട്ടെന്ന് അവനങ്ങനെ ചോദിച്ചതും അവൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടേ വാതുറന്ന് പറ, എനിക്ക് പോണം. അവൻ ദേഷ്യത്തോടെ തിരികെ മറുപടി പറഞ്ഞു. ആദ്യേട്ടന് എവിടെ പോവാ? അവൾ സംശയത്തോട് ചോദിച്ചു. അതെന്തിനാ നീ അറിയുന്നത്? നീ നിന്റെ ജോലി നോക്കിയാൽ മതി, എൻ്റെ കാര്യം അന്വേഷിക്കാൻ വരണ്ട. അവൻ ദേഷ്യത്തോടെ വീണ്ടും മറുപടി പറഞ്ഞു. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തൊലയ്ക്ക്. ഒന്നുമില്ലെങ്കിൽ ഈ മുറിയിൽ നിന്നൊന്ന് ഇറങ്ങിത്തന്നാൽ കൊള്ളായിരുന്നു. അവൻ പുച്ഛത്തോടെ പറഞ്ഞതും അവൾ തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. സോറി ആദിയേട്ടാ, ഇന്നലെ ഞാൻ കാര്യം അറിയാതെ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ. അവൾ വിഷമത്തോടെ പറഞ്ഞു. കഴിഞ്ഞോ? അവൻ കൈകൾ മാറിൽ കെട്ടി ചോദിച്ചു. അവളൊന്ന് മൂളി. എങ്കിൽ മുറിയിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോയേ, എനിക്ക് ഡ്രസ്സ് മാറണം. അവൻ വീണ്ടും പറഞ്ഞതും അവൾ തലയാട്ടി മുറിയിൽ നിന്നും ഇറങ്ങി. കാശിയും പാറുവും അനന്തനും ലച്ചുവും കൂടി മുറിയിലിരുന്ന് ഓരോന്ന് സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് വാതിലിൽ മുട്ട് കേട്ടത്. ഞാൻ പോയി നോക്കാം കാശിയേട്ടാ. അതും പറഞ്ഞ് പാറു ചെന്ന് വാതിൽ തുറന്നു. മുൻപിൽ നിൽക്കുന്ന ആളിനെ കണ്ടതും അവൾ സംശയത്തോടെ നോക്കി. എന്നാൽ അവളെ കണ്ട അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൾ ഒരു വീട്ടിലിടുന്ന ഫുൾ പാൻറ്റും അതിൻ്റെ തന്നെ ബനിയനുമായിരുന്നു വേഷം. മുടിയെല്ലാം കൂടി വാരിക്കെട്ടി ബണ്ണിട്ടിട്ടുണ്ട്. നെറ്റിയിലൊരു കുഞ്ഞ് കറുത്തപ്പൊട്ടല്ലാതെ വേറെ ചമയങ്ങളൊന്നും ആ മുഖത്തില്ല. കാശി കെട്ടിക്കൊടുത്ത താലി ബനിയന് മുകളിൽ അവിടെ നെഞ്ചോട് ചേർന്ന് കിടപ്പുണ്ട്. അവൻ അവളെ നോക്കി ചിരിച്ചതും അവളും സംശയത്തോടൊന്ന് പുഞ്ചിരിച്ചു. ആരാ പാറു? കാശി അവളെ നോക്കി ചോദിച്ചു. അറിയില്ലേട്ടാ. അവൾ കാശിയെ നോക്കി മറുപടി പറഞ്ഞതും അവൻ റൂമിനകത്തേക്ക് കയറി. ആ, താനായിരുന്നോ? കയറി വാ. കാശി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ഒന്ന് പുഞ്ചിരിച്ചു. ഇതാരാ കാശി? അനന്തൻ സംശയത്താൽ ചോദിച്ചു. ഇയാളാ ഇന്നലെ എന്നെ വണ്ടി ഇടിച്ചിട്ടിട്ട് ഇവിടെ കൊണ്ടാക്കിയത്. കാശി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എൻ്റെ പേരെന്താ? പാറു അവനെ നോക്കി പുഞ്ചിരിച്ചു. ആദിനാഥ്. അവൻ അവളെ നോക്കി ചിരിയോടെ മറുപടി പറഞ്ഞു. കാശിനാഥും ആദിനാഥും നല്ല രസമുണ്ടല്ലേ? അവൾ പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവരെല്ലാവരും പുഞ്ചിരിച്ചു. ശരിയാ പാറു പറഞ്ഞത്, സഹോദരങ്ങൾക്കിടുന്ന പേര് പോലെയുണ്ട് അല്ലേ? ലച്ചുവും പറഞ്ഞു. താൻ ഇന്നലെ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയൊരു പോക്കല്ലേ? ഒരു താങ്ക്സ് പോലും എനിക്കൊന്ന് പറയാൻ പറ്റിയില്ല. താങ്ക് യു. കാശി ചിരിച്ചുകൊണ്ട് ആദിയോട് പറഞ്ഞു. അയ്യോ, അത് സാരമില്ല. എൻ്റെ ഭാഗത്തു നിന്നും വന്ന മിസ്റ്റേക്കല്ലേ. ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വണ്ടി എൻ്റെ കയ്യിൽ നിന്നില്ല. അതാ അങ്ങനെ ഉണ്ടായത്. പിന്നെ അവിടെ അങ്ങനെ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. ആദി അവനെ നോക്കി മറുപടി പറഞ്ഞു. അതൊന്നും സാരമില്ലടോ. കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ഇങ്ങനെ സംഭവിക്കാൻ എന്തേലും നിയോഗം ഉണ്ടായിരുന്നു കാണും, അതാ. പിന്നെ ഞാനും കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു. എനിക്കും പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റിയില്ല, അതാ സംഭവിച്ചത്. കാശി പുഞ്ചിരിയോടെ പറഞ്ഞതും ആദിയും ചിരിച്ചു. അപ്പോഴേക്കും പാറു വന്ന് കാശിയുടെ അടുത്തേക്ക് ഇരുന്നിരുന്നു. ആദിയുടെ കണ്ണുകൾ പാറുവിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. തന്നെ ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് അങ്ങോട്ട് ഓർക്കുന്നില്ല. ഇന്നലെ ചോദിക്കണമെന്ന് കരുതിയതാ. താൻ എവിടെയുള്ളതാ? നമ്മളിതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? കാശി സംശയത്താൽ ചോദിച്ചു. അത് കേട്ടുകൊണ്ടാണ് പാറുവിൽ നിന്നും അവൻ കണ്ണുകൾ എടുത്തത്. ആ, എന്നെ കാശിക്ക് അറിയായിരിക്കും. അന്ന് ഉത്സവത്തിൻ്റെ അന്ന് നമ്മൾ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. കാശി അത് മറന്നോ? ആദ്യം പുഞ്ചിരിച്ചുകൊണ്ട് തിരികെ ചോദിച്ചു. അന്ന് ബ്ലോക്ക് ഉണ്ടായപ്പോൾ ഞാൻ വഴക്കുണ്ടാക്കിയത് അതല്ലേ? കാശി ഓർത്തതുപോലെ പറഞ്ഞു. അതെ, അത് തന്നെ. അന്ന് എന്നോടായിരുന്നു കാശി വഴക്കുണ്ടാക്കിയത്. ആദ്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അതാ. തന്നെ എവിടേക്കോ കണ്ടതുപോലെ ഓർമ്മയുണ്ട്, പക്ഷെ എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം കിടപ്പുണ്ട് അല്ലേ? കാശി ചിരിച്ചു. അതെ. അല്ല, ഇതൊക്കെ ആരാ? ആദ്യം സംശയത്തോടെ ലച്ചുവിനെ അനന്തനെ നോക്കി. അവൻ അനന്തൻ എൻ്റെ അനിയനും കൂട്ടുകാരനും ഒക്കെയാ. അതിനടുത്ത് നിൽക്കുന്നത് അവൻ്റെ ഭാര്യയാണ് ലക്ഷ്മി. പിന്നെ ഇതെൻ്റെ ഭാര്യ പാറു. കാശി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഈ കാശിയേട്ടൻ. എൻ്റെ പേര് പാറു എന്നൊന്നും അല്ല ആദ്യേട്ടാ. എൻ്റെ പേര് ചിന്മയെന്നാ. ഈ കാശിയേട്ടൻ എനിക്കിട്ട പേരാ പാറുന്ന്. പിന്നെ ഇവരൊക്കെ ഇപ്പം എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഇപ്പം എൻ്റെ സ്വന്തം പേര് ഞാൻ തന്നെ മറന്നുപോയി. അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ കൊഞ്ചലോടുകൂടിയുള്ള സംസാരം കേട്ട് മതിമറന്ന് നിൽക്കുകയായിരുന്നു ആദി. കുഞ്ഞുകുട്ടികൾ സംസാരിക്കുമ്പോൾ അച്ഛന്മാർ നോക്കിയിരിക്കുന്നത് പോലെ ചിരിയോടെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് കാശിയും.
ആദ്യം തന്നെ പറ, ഈ ചിന്മയെന്നൊക്കെ എങ്ങനെ നീട്ടി വിളിക്കുന്നേ? ഞാൻ അതുകൊണ്ട് ഇവക്കിട്ട പേരാ പാറൂന്ന്. നല്ല പേരല്ലേ അതി? കാശി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചതും അവനാണെന്ന് തലകുലുക്കി. കണ്ടോടി, നല്ല പേരാണ് പാറു എന്നുള്ളത്. പിന്നെ അത് പറയുമ്പോൾ നിനക്കെന്തിനാ ഈ മുഖം വീർപ്പിക്കല്? കാശി അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. പാറു എനിക്കിഷ്ടമുള്ള പേര് തന്നെയാ. പക്ഷെ വേറൊരാൾക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ കാശിയേട്ടൻ എൻ്റെ ഒറിജിനൽ പേര് വേണ്ടേ പറഞ്ഞു കൊടുക്കാൻ? അവൾ ഇളിയിൽ കൈകുത്തിയിരുന്നു കൊണ്ട് ചോദിച്ചു. ഓ ശരി മാഡം, ഇനി വരുന്നവർക്കെല്ലാം നിന്റെ പേര് ഫുള്ളായിട്ട് ചിന്മയ് കാശിനാഥൻ എന്ന് പറഞ്ഞു കൊടുത്തോളാം, പോരെ? കാശി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. കൊഞ്ചലോടുകൂടിയുള്ള അവളുടെ സംസാരവും അവളോട് സംസാരിക്കുമ്പോൾ അതേ കൊഞ്ചലോടുകൂടി തിരികെ സംസാരിക്കുന്ന കാശിയെയും അവൻ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. കാശിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അവൻ്റെ പാറുവെന്നും പാറുവിന് എത്രത്തോളം ജീവനാണ് അവളുടെ കാശിയേട്ടനെന്നും ആദി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാണുന്തോറും ആദിക്ക് എന്താണെന്നറിയാത്തൊരു ദേഷ്യവും വിഷമവും ഒക്കെ വന്നു. പക്ഷേ അവനത് പുറത്തു കാണിച്ചിരുന്നില്ല. ആദി എന്താ ചെയ്യുന്നത്? അനന്തന്റെ ചോദ്യമാണ് അവരിൽ നിന്നും ആദിയുടെ കണ്ണുകൾ പിൻവലിച്ചത്. അവൻ നിറഞ്ഞു വന്ന കണ്ണുനീരിനെ അവരിൽ നിന്നും മറിച്ചുകൊണ്ട് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അച്ഛനൊരു ബിസിനസ് ഉണ്ട്, അതിപ്പോൾ നോക്കി നടത്തുന്നത് ഞാനാ, ആദി പുഞ്ചിരിയോടെ പറഞ്ഞു. ആദി ഇങ്ങോട്ടേക്കായിട്ട് വന്നതാണോ? കാശി സംശയത്തോട് ചോദിച്ചു. അതെ, എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് അല്ലേ, ഞാൻ ബില്ല് സെറ്റിൽ ചെയ്യാൻ. ആദി പറഞ്ഞു. ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ലടോ, ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു, ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോകും. കാശി പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. അത് ഞാൻ ചെയ്തോളായിരുന്നു, ആദി വിഷമത്തോടെ പറഞ്ഞു. ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പൈസയ്ക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ താൻ എന്നെ ഇടിച്ചിട്ടിട്ട് കാണാത്ത പോലെ പോയില്ലല്ലോ. തനിക്ക് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കാനുള്ള മനസ്സുണ്ടായല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇവിടുത്തെ ഡോക്ടർമാരും പറഞ്ഞു സാധാരണ ഇങ്ങനെ ഇടിച്ചിട്ട് പോയാൽ ആരും തിരിഞ്ഞു നോക്കില്ലെന്ന്. ആ സ്ഥാനത്ത് താൻ എന്നെ ഇവിടെ കൊണ്ടാക്കിയില്ലേ, അതും നമ്മളൊന്ന് പ്രശ്നമുണ്ടായിട്ടും. അത് ഞാനാണെന്ന് അറിഞ്ഞിട്ടും കൂടെ. തൻ്റെ ഈ നല്ല മനസ്സിന് തനിക്ക് നല്ലതേ വരുള്ളൂ. കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ഒന്ന് പുഞ്ചിരിച്ചു. അതെ ആദ്യേട്ടാ, ആദ്യേട്ടൻ എൻ്റെ ഏട്ടനെ രക്ഷിച്ചില്ലേ. എൻ്റെ കാശിയേട്ടന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ പിന്നെ ജീവനോട് ഉണ്ടാകുമായിരുന്നില്ല. ദയവായിട്ടാ ആദ്യേട്ടനെ അങ്ങനെ തോന്നിപ്പിച്ചത്. പാറു കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞതും കണ്ടു നിന്ന് എല്ലാവർക്കും സങ്കടമായി. പാറു കരയാതെ, കാശിയേട്ടനൊന്നും സംഭവിച്ചില്ലല്ലോ. കാശി അവളെ സമാധാനപ്പെടുത്തി. പാറു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന കണ്ടതും ആദി വിഷമത്തോടെ അവളെ വിളിച്ചു. എല്ലാവരും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ? ആദി സംശയത്താൽ ചോദിച്ചു. അതിനെന്താ, ആദി വിളിച്ചോ. എന്തായാലും ചിന്മയി എന്നുള്ള പേരിനേക്കാൾ നല്ലതല്ലേ പാറു എന്നുള്ള പേര്. കാശി അവളെ ഒന്ന് കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും ആദി പുഞ്ചിരിച്ചു. പാറു കരയണ്ടാട്ടോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ആദി ആവലാതിയോടുകൂടി പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് കണ്ണുകൾ തുടച്ചു. എങ്കിൽ ഞാൻ പിന്നെ പൊയ്ക്കോട്ടെ? ആദി അവരെ നോക്കി ചോദിച്ചു. ആദി പോകുവാണോ? കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് പോകാടോ, കാശി അവനെ നോക്കി പറഞ്ഞു. ഇല്ല കാശി, ഓഫീസിലേക്ക് പോകുന്ന വഴിയായിരുന്നു, അപ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് കയറാമെന്ന് കരുതി. ഇന്നലെ തന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതല്ലേ, എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട്. എങ്കിൽ ശരിയടോ, പോയിട്ട് വാ, ഫ്രീ ആകുമ്പോൾ വീട്ടിലോട്ട് വാ കേട്ടോ, കാശി പറഞ്ഞതും ആദി തലയാട്ടിയിരുന്നു. അവൻ പാറുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി. ആദ്യേട്ടാ, പാറു വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. ഏട്ടന് നമ്പർ തന്നിട്ട് പോ. അവൾ അത് പറഞ്ഞുകൊണ്ട് കാശിയുടെ ഫോണും എടുത്ത് ആദിയുടെ അടുത്തേക്ക് നടന്നു. അത് കണ്ട് കാശി ഒന്ന് പുഞ്ചിരിച്ചു. ആദി അവൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തതും അവൾ കാശിയുടെ മൊബൈലിലേക്ക് അത് സേവ് ചെയ്തു. അടുത്ത ആഴ്ച കാശിയേട്ടൻ്റെ ബർത്ത്ഡേ ആട്ടോ, ഞാൻ വിളിക്കാം, അവൾ പതിയെ അവനോട് പറഞ്ഞു. എന്താ പാറു ഒരു അടക്കം പറച്ചിലൊക്കെ? അത് കേട്ട് അനന്തൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് ഞങ്ങൾ തമ്മിലുള്ള സീക്രട്ടാ, അവൾ ആദിയുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ആദ്യം ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. കുഞ്ഞുകുട്ടികളെപ്പോലെ പെരുമാറുന്ന അവളെ കണ്ണെടുക്കാതെ ആദ്യം നോക്കി നിൽക്കുകയായിരുന്നു. ഞാനറിയാത്ത സീക്രട്ടൊക്കെ ഉണ്ടോ? കാശി കപടദേഷ്യത്തോട് ചോദിച്ചു. തൽക്കാലം ഉണ്ട് കേട്ടോ കാശിനാഥ, അവൾ ഇളിയിൽ കൈകുത്തി പുരികം പൊക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും കാശി ചിരിച്ചു. ആദ്യം അവളെ നോക്കിയിട്ട് യാത്ര പറഞ്ഞിറങ്ങി. നല്ലൊരു ചേട്ടനാ അല്ലേ അനന്തേട്ടാ? ആദ്യ പോയതും ലച്ചു അനന്തനെ നോക്കി പറഞ്ഞു. അതേന്നേ, നല്ല പെരുമാറ്റം. ബില്ലൊക്കെ പേ ചെയ്യണമെന്ന് തോന്നിയില്ലേ? അവൻ്റെ ഉള്ളിൽ നന്മയുള്ളത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ തോന്നിയത്. എല്ലാ മനുഷ്യർക്കും ഒന്നും അങ്ങനെ തോന്നില്ല അല്ലേ കാശി? അനന്തൻ കാശിയെ നോക്കി ചോദിച്ചതും കാശി ആണെന്ന് തലയാട്ടി. എന്തായിരുന്നു പാറു ഞങ്ങളറിയാതെ ആദ്യേട്ടനോടൊരു സീക്രട്ടൊക്കെ? ലച്ചു ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അതൊക്കെ ഉണ്ടെന്നേ, സർപ്രൈസ് ആണ്, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അവൾ ചിരിച്ചുകൊണ്ട് അനന്തനെയും ലച്ചുവിനെയും കണ്ണ് കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു. മൂന്നും കൂടി എന്തോ ഉടായ്പ പരിപാടിയാണല്ലോ, കാശി കപടദേഷ്യത്തോടെ ചോദിച്ചു. അത് കേട്ടതും അവരൊന്നും മിണ്ടാതെ ചിരിച്ചു. ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്, നോക്കിക്കോ, അവൻ കപടദേഷ്യത്തോടെ പറഞ്ഞതും അവർ നല്ലോണം ഇളിച്ചു കാണിച്ചു. ഉച്ചയ്ക്ക് ഡോക്ടർ അവർക്ക് ഡിസ്ചാർജ് എഴുതി കൊടുത്തിരുന്നു.
അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് അവർ ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന കാശിയെ അനന്തനും പാറുവും കൂടി മുറിയിലേക്കാക്കി. കാശിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് അവൻ്റെ പാറുവായിരുന്നു. അവൻ ആഹാരം വാരി കൊടുക്കുന്നതും എഴുന്നേൽക്കാനും ഇരിക്കാനും ഒക്കെ അവനെ സഹായിക്കുന്നതും അവളായിരുന്നു. താനൊന്ന് വീണുപോയപ്പോഴേക്കും തൻ്റെ കുഞ്ഞിപ്പെണ്ണിൽ നിന്നും അവൾ ഒരുപാട് മാറിപ്പോയെന്ന് കാശിക്ക് തോന്നി. മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു ഭാര്യയെപ്പോലെയായിരുന്നു അവളുടെ ഓരോ പെരുമാറ്റവും. അവനോട് എപ്പോഴും ഓരോന്ന് വേണോ എന്ന് അവൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പഠിക്കാനിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് കാശിയെ നോക്കും. വെള്ളം വേണോ, ആഹാരം വേണോ, കിടക്കണോ, ഇരിക്കണോ എന്നൊക്കെ അവൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവൻ ചെറുചിരിയോടെ വേണ്ട എന്ന് തലയാട്ടും. പഠിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ അവൾക്ക് സംശയം വരുമ്പോൾ അവൾ ഓടി കാശിയുടെ അടുത്തേക്ക് ചെല്ലും. അവനതൊക്കെ അവൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത് അവൾ പഠിക്കുന്നതിന് തുല്യമായിരുന്നു. ഇന്നാണ് പാറുവിന് എൻട്രൻസ് എക്സാം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അവൻ്റെ കുഞ്ഞിപ്പെണ്ണ്. രാവിലെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഒരുങ്ങിയിരിക്കുകയാണ് അവൾ. ഒരു സൽവാറാണ് വേഷം. എല്ലാം എടുത്തോ മോളെ? കണ്ണാടിയിൽ നോക്കി ഒരുങ്ങുന്ന പാറുവിനെ നോക്കി അവൻ ചോദിച്ചു. എടുത്തിട്ടുണ്ട് കാശിയേട്ടാ, അവൾ ഒരുങ്ങിക്കൊണ്ട് മറുപടി പറഞ്ഞു. ഹോൾ ടിക്കറ്റ് എടുത്തോ പാറു? അവൻ എന്തോ ഓർത്ത പോലെ ചോദിച്ചു. ആ എടുത്തു കാശിയേട്ടാ, അവൾ മുടി ചീക്കിക്കൊണ്ട് പറഞ്ഞു. വെള്ളം എടുത്തോ കുഞ്ഞാ? വെള്ളം ഒന്നോടെ കയറ്റില്ല കാശിയേട്ടാ, അവൾ തിരിഞ്ഞ് അവനെ നോക്കി മറുപടി പറഞ്ഞു. അത് സാരമില്ല, ഒരു കുപ്പി വെള്ളം എടുത്ത് കൈ വെച്ചേക്ക്. എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് എന്തായാലും പുറത്തു നിന്ന് ഒന്നും വാങ്ങിച്ചു കുടിക്കണ്ട. പിന്നെ തിരികെ വരുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാൽ മതി. അവൻ അവളെ ഓർമ്മപ്പെടുത്തി. വേണ്ട, ഞാൻ ഇവിടെ വന്നിട്ട് കാശിയേട്ടൻ്റെ ഒപ്പം കഴിച്ചോളാം, അവൾ തിരികെ അവനോട് മറുപടി പറഞ്ഞു. പറയുന്നത് കേക്ക് കുഞ്ഞാ, വരുന്ന വഴിയിൽ എന്തെങ്കിലും കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ലച്ചിവിടെ ഉണ്ടല്ലോ, അവൾ എനിക്ക് എടുത്തു തരുമോ ആഹാരം, ഞാൻ കഴിച്ചോളാം. എന്നാലും അവൾ നഖം കടിച്ചു. ഒരെന്നാലുമില്ല, ഞാൻ അനന്തനോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ എന്തേലും കഴിപ്പിച്ചിട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന്. അവൻ വിളിക്കുമ്പോൾ നീ വാശി കാണിക്കാതിരുന്നാൽ മതി, അവൻ അവളെ ഓർമ്മിപ്പിച്ചു. അവളൊന്ന് മൂളി. പാറു, നമുക്ക് ഇറങ്ങിയാലോ? അനന്തൻ അങ്ങോട്ടേക്ക് വന്ന് റൂമിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ചോദിച്ചു. ദേ ഇപ്പോൾ വരാട്ടാ, അവൾ പറഞ്ഞതും അനന്തൻ തലയാട്ടിക്കൊണ്ട് പോയി. അവൾ കാശിയുടെ അടുത്തേക്ക് നടന്നു. അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി. പോയിട്ട് വരട്ടെ കാശിയേട്ടാ, അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, മറക്കല്ലേ, അവൾ അവനെ നോക്കി പറഞ്ഞു. നിനക്ക് വേണ്ടിയല്ലാതെ പിന്നെ ആർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ കൈ കൊണ്ട് തലോടി. അവൾ അത് കേട്ട് ചിരിച്ചു. അവൻ അവളുടെ മുഖം അവന് നേരെ അടുപ്പിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലും ഒരു കവിളിലും ചുണ്ടുകൾ ചേർത്തു. പോയി അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് വാ കേട്ടോ. ഉറപ്പുള്ളത് മാത്രം ആദ്യം എഴുതണം, അതിനുശേഷം മാത്രം കൺഫ്യൂഷൻ ആയിട്ടുള്ളത് നോക്കിയാൽ മതി കേട്ടല്ലോ. പിന്നെ ടെൻഷൻ അടിച്ച് ഉള്ളതും കൂടി ഇല്ലാതാക്കരുത്. ഈ എൻട്രൻസിൽ റാങ്ക് താഴെ പോയാലും നീ ആഗ്രഹിച്ചതുപോലെ നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ആ കോളേജിൽ പഠിപ്പിക്കും. അതുകൊണ്ട് അതൊന്നും ഓർത്തുകൊണ്ട് നീ എക്സാം എഴുതരുത്. കൂളായിട്ട് പോയി എഴുതിയിട്ട് വാ. കാശിയേട്ടൻ ഇവിടെ നോക്കിയിരിക്കും. എൻ്റെ പാറു ചിരിച്ചോണ്ട് ഓടി വരുന്നത് എനിക്ക് കാണണം, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ തലയാട്ടി. പിന്നെ അവൻ്റെ നെറ്റിയിലും കവിളിലും ചുണ്ടുകൾ ചേർത്തിട്ട് അവനോട് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി.